കഥ അടച്ചിട്ടിട്ട് നമുക്ക് ഇൻട്രോ എടുക്കാം. ഇല്ലെങ്കിൽ ഇവരെ സമ്മതിക്കത്തില്ല കേട്ടോ, സമ്മതിക്കത്തില്ല. ഡും ഡും മലാഹ എന്തിനു വന്നു, നിറത്തിന് വന്നു. ഒരു പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാം, അവരെ ഡും 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 പറഞ്ഞു കൊട്ടാം. അതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ചകത്തിട്ടിയും പൂട്ടി എന്നിട്ടാ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എനിക്ക് സമ്മതിക്കുന്നില്ല ഇവർ രണ്ടുപേരും അല്ല നമ്മളെ പപ്പയും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലായിടത്തും ചൂടൊക്കെ ഉണ്ടോ? നമ്മളിവിടെ ചൂടിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുക. എന്താ ചൂടാണെന്നറിയാമോ? നമ്മൾ എന്തൊക്കെ ഇട്ട് വീശിയിട്ടും അങ്ങോട്ട് എന്താ ആവിയ, എന്താ ചെയ്യാനാ? ഞാൻ പിന്നെ ഫാൻ ഇടാത്ത നമുക്ക് സൗണ്ട് കിട്ടത്തില്ലായിരിക്കും കേട്ടോ. ഫാനിന് ഭയങ്കര സൗണ്ട്. ഹെലികോപ്റ്ററൊക്കെ പോകത്തില്ല, അതുമാത്രം നല്ല കാറ്റ്. ഹെലികോപ്റ്ററൊക്കെ പോകത്തില്ല, അതുമാതിരിയുള്ള സൗണ്ടാണ്. പ്രത്യേകിച്ച് സിറ്റൗട്ടിൽ ഫാൻ കേട്ടോ. നാട്ടുകാർ മൊത്തം അറിയും ഞങ്ങളുടെ വീട്ടിൽ എന്താ ഫാൻ ഇട്ടിട്ടുണ്ടോ. അപ്പോഴെല്ലായിടത്തും ഭയങ്കര ചൂടാണ്. എല്ലാവരും പറയുന്നത് ഭയങ്കര ചൂടാണ്. എന്ത് ചെയ്യാനാ? ചൂടൊക്കെ ശമിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വന്നു പോകുന്നുണ്ടെങ്കിലും അത് ചൂടങ്ങോട്ട് കൂട്ടിത്തരും. എന്ത് ചെയ്യാനാന്ന് പറ. ഹോങ്ക്രീം കൂട്ടിച്ചാത്ത എല്ലായിടത്തും മഴ പെയ്യട്ടെ കേട്ടോ. താമസിയാതെ മഴ പെയ്യും. നല്ല കാറ്റിപ്പോഴും കേട്ടോ. അപ്പോഴും നമുക്ക് വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോവാം. എൻ്റെ കുഞ്ഞടുക്കള വിശേഷങ്ങൾ കേട്ടോ. അതൊക്കെ ഉള്ളൂ നമുക്ക് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോവാം. വലിയൊരു പാണ്ട ചട്ടി എടുത്തോണ്ട രാവിലെ വന്നാലും. അപ്പോഴേ ഞാൻ ചൂടയൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടൊക്കെ വന്നു കേട്ടോ. ഇത് ചൂടക്കറി വെക്കാന്ന് വിചാരിച്ചു. നെത്തോലി. എൻ്റെ വീട് അവിടെയൊക്കെ നെത്തോലി എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ചൂടേന്നാക്കി. ചൂടേ അപ്പം ഇന്ന് ചൂടക്കറിയാണ്. അപ്പോഴേ മെനഞ്ഞാന്ന് ഞാനേ ഇതിലെ മുരിങ്ങയ്ക്കായി പച്ചക്കറിക്കാരെ ഒരു ദിവസം പോയി കേട്ടോ. ഞാനുണ്ട് എന്താ ചെയ്തു, മുരിങ്ങയ്ക്ക നല്ല അടിപൊളി നല്ല പിഞ്ച് മുരിങ്ങയ്ക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പുള്ളിക്കാരൻ്റെ 20 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര ആണെന്ന് എനിക്കറിയത്തില്ല, അരക്കില്ലയാണ് എന്തായാലും 20 രൂപയ്ക്ക് വാങ്ങിച്ചു. ഒത്തിരി എനിക്ക് തന്നു കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ ചൂടയ്ക്കകത്തിട്ട് ഇന്ന് കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങയും എൻ്റെ പിയെ മാങ്ങ കൊണ്ടുവന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ മാങ്ങായും മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് നമുക്കിന്ന് ചൂടക്കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയുണ്ട് എല്ലാം കൂടെ. ഇന്ന് അന്നേരം നമ്മുടെ വീട്ടിൽ ചൂടക്കറിയാണേ. നിങ്ങളുടെ വീട്ടിലൊക്കെ മീനൊക്കെ കിട്ടിയോ രാവിലെ? എന്താണ് മീൻ കിട്ടിയത്? അതിപ്പം വൈകിട്ട് അറിയല്ലേ എന്താണ് മീൻ കിട്ടിയതെന്നല്ലേ. അപ്പോൾ രാവിലെ എല്ലാവരും തകർത്ത് വാരി പരിപാലമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ ഇട്ട് നമ്മളെ കാണിച്ച് കൊതിപ്പിക്കും. എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ കുക്കിംഗ് ചാനലുകാരൊക്കെ അല്ലയോ. അപ്പോഴേ ഇന്നലെ ബീഫ് ഉണ്ടായിരുന്നു കുറച്ചിരിക്കുന്നു. പക്ഷെ ഇനിയിപ്പം വേണ്ട. ഞാൻ അതുകൊണ്ട് ഇന്നലെ പട്ടിണിയായിരുന്നു. ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ചോറ് പോലും ഉണ്ണണമെന്ന് തോന്നത്തില്ല ഈ ബീഫൊക്കെ എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അതിനകത്ത് തുടക്കമൊന്നുമില്ല കേട്ടോ. അണ്ണൻ അങ്ങനെ എല്ലാം ചെയ്തു തരുന്നേ. എനിക്ക് എന്തോ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എനിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാന്ന് ചോറുണ്ണ. ഇന്നലെ പട്ടിണിയായിരുന്നു. ഇന്നലെ രാത്രിയിലെ ചോറുണ്ടത് സത്യം പറഞ്ഞു കേട്ടോ. ഞാൻ ചോറ് കഴിച്ചില്ല ഇന്നലെ. അതുകൊണ്ട് പെരട്ടി വരെ എനിക്ക് തരും കേട്ടോ. ഞാൻ പറയാം എനിക്ക് പെരട്ടി തന്നില്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലെന്നോ. എന്താ എനിക്കറിയത്തില്ല. നമ്മളത് കഴിക്കാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് കാണുന്നുണ്ടല്ലോ. എടാ ഇച്ചിരി കൂടെ തിരിഞ്ഞിരിക്കണോ നീ? എന്നാലല്ലേ അവർക്ക് കാണാനൊക്കൂ. അപ്പോഴും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. വെള്ളം ഇച്ചിരി കൂടെ വേണം. പോരാ, ഇച്ചിരി കൂടെ വേണമല്ലോ. നമ്മുടെ മുരിങ്ങക്കോലൊക്കെ ഒന്ന് വേവണ്ടി. അല്ലയോ, മുരിങ്ങക്കോലൊക്കെ ഒന്ന് വേവണ്ടി. വെള്ളം വേണ്ടാന്ന് പറഞ്ഞ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ അല്ലയോ. എനിക്ക് തോന്നി ഇപ്പം അല്ലാതെ ഈ പുളിയും മുളകൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും എനിക്കിപ്പം ടേസ്റ്റായിട്ട് തോന്നി ഇങ്ങനെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് പച്ചക്കറി വെക്കുന്നതാണ് എനിക്കിപ്പോൾ ഇഷ്ടം കേട്ടോ. തോന്നുന്നു ഇപ്പം അതാ നല്ലതെന്ന്. ചൂടല്ലേ നമ്മൾ ഈ എന്താ
നമ്മളിങ്ങനെ ചൂട് സമയത്ത് മുളക് പുളിയൊന്നും ഒരുപാടൊന്നും കഴിക്കേണ്ട, പച്ചക്കറിയൊക്കെ കൂട്ടണം അല്ലേ? എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ? ആ നാൾക്ക് നമ്മുടെ ജീന പറയുന്ന കേട്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു എരിവൊക്കെ ഒത്തിരി കുറയ്ക്കണമെന്നൊക്കെ ഈ ചൂട് സമയത്ത്. അറിയാം പെൺപിള്ളേർക്കല്ലേ അല്ലേ, നമ്മളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് ചിലരൊക്കെ അല്ലേ സത്യം. അപ്പം ഇനി അടുത്തത് എന്താ? ഇന്ന് നമുക്ക് പടവലങ്ങ തീയല് വയ്ക്കാം പോരെ. പടവലങ്ങ തീരെ തൈര് ഇരിക്കൊണ്ട് പാവയ്ക്ക അതൊക്കെ ഒന്ന് അരിയിട്ട് ഇത് മീൻ കണ്ടിച്ചോണ്ട് വെച്ച് അരച്ചും വെച്ചിരുന്നു. അപ്പോഴും നേരത്തെ അങ്ങ് പണി കഴിയല്ലോ എന്ന് വിചാരിച്ചിനി ബാക്കിയെല്ലാം ആട്ടി കൂട്ടിട്ട് തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട്. പാവയ്ക്ക തോരനൊക്കെ വെക്കണം. ചുമ്മാ അലമ്പുണ്ടാക്കാനായിട്ട് നടക്കും ഇവിടെ കേട്ടോ. അലമ്പ് ഇവിടെ അങ്ങോട്ട് വന്നിരിപ്പുണ്ട്. നമ്മുടെ പിന്നെ മീനൊക്കെ ഒന്ന് തിളക്കിയിട്ട് കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞ് കൂട്ടണമല്ലോ. ഉത്സവമൊക്കെ കഴിഞ്ഞു. ഉത്സവം ഇനി വിഷുവൊക്കെ കഴിഞ്ഞുള്ളൂ. ഇനി ഉത്സവമൊക്കെ കേട്ടോ. ഒരു സംശയം, ഞാൻ വഴുതനങ്ങയെന്നാണോ പടവലങ്ങയെന്നാണോ പറഞ്ഞത്? പടവലങ്ങ തീയല. ഇനി അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുത്ത് നോക്കണം ഞാൻ എന്താ പറഞ്ഞതെന്ന് കേട്ടോ. പടവലങ്ങ തീയല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ആണെങ്കിലല്ലോ പിറ്റേന്നൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഇത് എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മളിത് എൻ്റെ വായി കപ്പലിടുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇത് നമ്മൾ പിറ്റേന്ന് എടുക്കണം, ചട്ടിക്കകത്ത് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കണം. കിടുവാണ് കേട്ടോ. എനിക്ക് ഈ പടവലങ്ങ തീയിലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇച്ചിരി മോരുകറിയൊക്കെ വേണം. നമ്മളിവിടെ പുളിശ്ശേരി എന്നല്ല പറയുന്നത്, നമ്മളിവിടെ മോരുകറി എന്നാണ് പറയുന്നത് കേട്ടോ. അതും ഉണ്ടെങ്കിൽ എൻ്റെ സാറേ സൂപ്പറാണ് കേട്ടോ, അടിപൊളി. അപ്പോഴെനിക്കൊരു സംശയം, ഞാൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്, പടവലങ്ങയാണോ പിന്നെ എന്താ വഴുതനങ്ങയാണോ എന്ന് ഒരു സംശയം. പച്ചക്കറി ഇഷ്ടം പോലെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് മുരിങ്ങക്കോലിൻ്റെ കളിയാണ് ഇവിടെ. ഞാൻ വിചാരിച്ചു അതിനകത്ത് നമുക്കൊരു മുരിങ്ങക്കോൽ, ഒത്തിരി മുരിങ്ങയ്ക്ക എനിക്ക് കിട്ടി കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. സുപ്പുവിനോട് ചോദിച്ചാൽ ആദ്യം സുപ്പ് തരും ഇഷ്ടം പോലെ. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് നാളത്തേക്ക് ആവശ്യക്കാർ എന്നോട് ചോദിച്ചാൽ കേട്ടോ തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങക്കോലൊക്കെ ഇട്ട് തീയിൽ വയ്ക്കുന്നത്. പടവലങ്ങ തന്നെയാണേലും നല്ലതാണ് കേട്ടോ, സൂപ്പറാണ്, കിടുവാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് രാവിലെ നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി, ഒത്തിരി ദിവസമായി കേട്ടോ. അപ്പോഴെല്ലാവരെയും ഇന്ന് പറ്റിച്ചു. ഗോതമ്പ് പുട്ടും പിന്നെ പഴമായിരുന്നു, ഞാലിപ്പൂവൻ പഴമായിരുന്നു. അത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. മുട്ട ഞാലിപ്പൂവൻ പഴം വലിയത് എൻ്റെ അത്രയുണ്ട് ഒരു കായ, പിന്നെ അതുമായിരുന്നു കേട്ടോ രാവിലെ കാപ്പിക്ക്. എൻ്റെ മോക്ക് കുഞ്ഞുനാളിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗോതമ്പ് പുട്ട്. ഇപ്പോൾ ആ കൊച്ചിന് തിരുവഴി നോക്കത്തില്ല, അതിന് ദേഷ്യം. ഇപ്പോൾ എന്നും നമ്മൾ എന്താ ഈ വെക്കുന്നത്? നിങ്ങൾ പറ, എന്താണത് വെക്കുന്നത്? നമ്മൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും കേട്ടോ. എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഒന്ന് കറങ്ങി പിന്നെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വീണ്ടും വരും. സ്നേഹമുണ്ട്. അപ്പോഴേ ഇന്നലെ ഒരു ഭയങ്കര കൊതി വന്നെനിക്ക്. കൊതി എന്തുവാന്ന് വെച്ചാൽ, ചായക്ക് ഞങ്ങൾ ഉപ്പ് ബിസ്ക്കറ്റായിരുന്നു കൂട്ടി കഴിച്ചത് ഞാൻ നമ്മുടെ അണ്ണൻ. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് മധുരസേവ വേണം. ഏത് മധുരസേവയാണോ? എൻ്റെ കുളക്കട വീട്ടിലാണെങ്കിൽ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ അടിപൊളി മധുരസേവയുണ്ട്, അരിയുടെ മധുരസേവ. പണ്ടൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇന്നപ്പം ഭയങ്കരമായിട്ടൊരു കൊതി വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മധുരസേവ വേണമെന്ന് പറഞ്ഞ് പാവമുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിട്ട് കളഞ്ഞു. പക്ഷേ രാത്രിയായപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഉണ്ടടാ ആ മധുരസേവ. എൻ്റെ വീട്ടിലെ മധുരസേവയല്ല, എന്നാലും കൊണ്ട് തന്നു കേട്ടോ മധുരസേവ പാക്കറ്റില്ലേ. ഞാൻ സത്യമായിട്ടോ വന്നേ ഇങ്ങനെ വേണം ഭർത്താവ്. നമ്മൾ പറയേണ്ട താമസം നമുക്ക് കൊണ്ട് തരും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു. ഞാൻ പിന്നെ അന്നേരം നോക്കിയില്ല. ഒരു 10 മണിയായപ്പോൾ എല്ലാം അടുക്കി പറക്കി വെക്കുന്നുണ്ട് രാത്രിയിൽ, ഞാനെല്ലാം തൂത്ത് വൃത്തിയാക്കാൻ. അപ്പോൾ രണ്ടെണ്ണോ ഇങ്ങനെ മധുരസേവ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചതുമില്ല, എന്നോടിട്ട് പറഞ്ഞതുമില്ല. അപ്പോഴും സസ്പെൻസ് ആക്കി വെച്ചേക്കുക.
ഞാൻ രാവിലെ എന്തായാലും പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. മധുരസേവയല്ലേ, എൻ്റെ വായി വെള്ളം നിന്നില്ല, ഞാൻ പൊട്ടിച്ച് കഴിച്ചു. പാവം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ തിളച്ചു, എല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ. തീയലിനൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചു. അങ്ങനെ നമ്മുടെ ചൂടക്കറി ഇവിടെ സെറ്റായി. ഉപ്പ് നോക്കിയില്ല കേട്ടോ, ഉപ്പ് നോക്കാം നമുക്ക്. ഇടൂ. എനിക്ക് മാങ്ങയുടെ പുളി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങ ഇട്ടുള്ളത്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉപ്പ് നോക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമാങ്ങ ഇട്ട മീൻകറിയുടെ ടേസ്റ്റ്. മറ്റേത് അങ്ങനെ ഉപ്പ് നോക്കത്തില്ല കേട്ടോ, നോക്കും ഒരു പ്രാവശ്യം. പക്ഷെ ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ഉപ്പ് നോക്കി പോകും നമ്മൾ കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വറ്റിട്ട് കേട്ടോ. എല്ലാം അരിഞ്ഞ് പറക്കി വെച്ചു. പാവയ്ക്ക അതേണ്ട തോരൻ വയ്ക്കാൻ തേങ്ങ തിരികെ ഞെരടി വെച്ചേക്കുക. അതേണ്ട നമ്മുടെ പടവലങ്ങായും മുരിങ്ങക്കായും ഒക്കെ തീയലിന്. ഇതൊന്ന് വറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ. അങ്ങനെ നമ്മുടെ തീയലിനുള്ള തേങ്ങയെല്ലാം വറുത്തെടുത്തു. ഇത്തിരി നേരം ഒന്ന് ആറിയിട്ടല്ലേ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുമ്പ് ഇട്ട് കൊടുക്കാൻ നോക്കൂ. അല്ലെങ്കിൽ അവൾക്ക് ചൂടെടുത്ത് ഒന്നാമതേ ആവി അവിടെ കിടന്ന് നിലവിളിക്കും കേട്ടോ. അപ്പോഴൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്ന് ആറിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക തോരൻ എളുപ്പമാണല്ലോ, വെക്കുമാവുമല്ലോ അല്ലേ. എണ്ണയൊക്കെ ചൂടാവട്ടെ. വിമാനം പോകുന്നു കേട്ടോ, ഞങ്ങളുടെ പെരയുടെ മേലേക്കൂടെ വിമാനം പോകുന്നു. എങ്ങോട്ടാണോ എന്തോ, എങ്ങോട്ടാ വിമാനമേ. അപ്പോഴും കടുകൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക്. തോരനുള്ള കടുക് അങ്ങോട്ടങ്ങില്ല കേട്ടോ. എൻ്റെ മുളക് പാട്ട എന്തി കടുക് വറക്കാനുള്ള മുളകിന് ക്ഷാമം ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടതാ, പക്ഷെ മറന്നു പോയെന്ന് തോന്നുന്നു. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കല്ലേ, ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൊട്ടട കടുക് അങ്ങോട്ട് എളുപ്പം വേഗം പൊട്ടട്ട. അങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഞെരടി അങ്ങോട്ട് വെച്ചിരുന്ന പാവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആവിയിലങ്ങോട്ട് വെന്ത് വരട്ടെ കേട്ടോ. എവിടെയൊക്കെയോ തടി മുറിക്കുന്നു എന്നുള്ള ശബ്ദം. അപ്പൊ ഇളക്കിയൊക്കെ കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചു. ഉപ്പൊക്കെ ഇട്ട് ഞെരടി വെച്ചണം. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. വേവട്ടെ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരനൊക്കെ റെഡിയായി. കൈക്കൊണ്ടോ എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ഞങ്ങൾക്ക് നോക്കിയില്ല. കുഴപ്പമില്ല, ഉപ്പില്ല. ഞാൻ ഈ പാവയ്ക്ക ഞാൻ ഭയങ്കര കയ്പാട്ടോ. വലിയ കുഴപ്പമില്ല, തേങ്ങയൊക്കെ നന്നായിട്ട് ഞെരടി ചേർത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് മൂത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് തീയൽ വെക്കാം കേട്ടോ. ചട്ടിയൊക്കെ ചൂടാകട്ടെ. ചട്ടി ചൂടായി, കടുക് വറുത്ത് ഇതിനകത്തോടെ നമുക്കിതെല്ലാം വഴറ്റിയിട്ട ചൂടാവട്ടെ. ഇങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നു. കടുക് പൊട്ടിക്കാൻ എനിക്ക് ഇന്ന് മുളക് തീർന്നു പോയിട്ടോ. ഉള്ളതാ ഞാൻ തോരനിട്ടത് കേട്ടോ. ഇനി ഒട്ടുമില്ല. ആരെങ്കിലും 2 മുളക് തരൂ. ഞാനങ്ങ് തരാം കേട്ടോ. നാളെ വാങ്ങിക്കുമ്പോൾ അങ്ങ് തരാം. ഒട്ടുമില്ല. തീയലിന് കടുക് വറുത്ത മുളക് ആരോടും പറയേണ്ട. ദാരിദ്ര്യം നമ്മുടെ
വീഡിയോക്കകത്തൂടെ പറയുന്ന പറഞ്ഞിരിക്കുന്ന കേട്ടോ, സാരമില്ല. കടുക് പൊട്ടട്ടോ, അണച്ച് വയ്ക്കാം. അതൊക്കെ ഇരുന്ന് പൊട്ടട്ടെ കേട്ടോ. പൊട്ടി കേട്ടോ, പൊട്ടി വന്നു. നമുക്കിനി എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് പച്ചക്കല്ല കേട്ടോ, വഴറ്റിയെടുക്കണം. അതിന് ടേസ്റ്റ് കേട്ടോ. നമ്മൾ വഴറ്റിയൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വരും. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇടുള്ളൂ. എൻ്റെ മഞ്ഞൾപ്പൊടി ഇത് വീടുകളിൽ നിന്ന് പൊടിച്ചത് വാങ്ങിച്ചു കേട്ടോ. ഇതൊരു സ്ഥിരമായി 2-3 പേരോട് ചോദിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. ഇപ്പൊക്കെ കാലിയായി കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ. ഇവിടുണ്ട് ഒരാഴ്ചയൊക്കെ തള്ളിയൊക്കെ പോവും. പിന്നെ നമുക്ക് വാങ്ങിക്കാം. അയ്യോ, അപ്പോൾ ഇവരൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ചിലർ പുളി പിഴിഞ്ഞ് ഒഴിക്കും. തക്കാളിക്ക് പുളി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ പുളി തിരിച്ച് വേണമെന്നുള്ളവർക്ക് പുളി പിഴിയാം കേട്ടോ. ഞാൻ ഇച്ചിരിയൊക്കെ പുളി പിഴിഞ്ഞ് ഒഴിക്കും തക്കാളിക്ക് പുളി ഇല്ലെങ്കിൽ. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. നന്നായിട്ട് വഴന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ളു കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ കരിയിലക്കിളികളെല്ലാം എന്നോട് പിണങ്ങി പോയത് ഇന്നിപ്പം വന്നു കേട്ടോ. മറ്റേ എപ്പോഴും ഇവിടെ കരിയിലക്കിളിയായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കാണുന്നുണ്ടല്ലോ. അപ്പോഴേ നന്നായിട്ട് വഴറ്റണം കേട്ടോ. എന്നാലും ഇതിനൊക്കെ ടേസ്റ്റ് ഉള്ളൂ. നമ്മൾ ഈ ചിക്കനൊക്കെ കറി വയ്ക്കുവാന്നേലും സവാളയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയിട്ടൊക്കെ ചിലർ നന്നായിട്ട് വഴറ്റത്തില്ല. അപ്പോഴതേണ്ട നമ്മൾ അരച്ച് വെച്ചിരിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സുജാത ചേച്ചിയുടെ കൊച്ചുമോളുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നര തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുളി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി അല്ലേ. ഒത്തിരി പുളി വേണ്ട. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, ഓരോ രുചികളല്ലേ. ചിലർക്ക് പുളി ഒത്തിരി വേണം, ചിലർക്ക് പുളി ഒത്തിരി വേണ്ട. ഉപ്പിട്ടത് അന്നേരം നോക്കട്ടെ, പിന്നെ ഇട്ടില്ല. ഇല്ല, നമുക്ക് പിന്നെ ഇടാം. ആയി വന്നില്ല കേട്ടോ. നമ്മളിത് വരട്ടുമ്പോഴേ ഇട്ട് കൊടുക്കത്തില്ലേ. ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി വന്നു കഴിഞ്ഞല്ലേ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള ഉപ്പ് അറിയത്തുള്ളൂ. ചട്ടിക്കകത്തൊക്കെ തീയിൽ വെച്ച് കൂട്ടണം കേട്ടോ. സൂപ്പറാണ്. ഇപ്പം പിന്നെ പണ്ടത്തതുപോലെ തേച്ച് മഴയ്ക്കൊന്നും വെക്കേണ്ടല്ലേ, കരിയൊന്നും കളയേണ്ടതല്ല. ഗ്യാസിനകത്തല്ലേ നമ്മൾ വെക്കുന്നത്. ഞാൻ പിന്നെ ചോറ് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുപ്പിനകത്ത്. നമുക്ക് ഇഷ്ടം പോലെ വിറകുണ്ട് കിട്ടും. ഇഷ്ടംമാതിരി നമുക്ക് തട്ടും മുട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടംമാതിരി വിറകുള്ളത് കൊണ്ട് നമ്മൾ അതെങ്കിലും ചെയ്യണ്ടേ. ചോറ് വയ്ക്കും. വെള്ളം തിളപ്പിക്കുന്നതും എല്ലാം ഗ്യാസ് തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ അമ്മ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കും കേട്ടോ. വെറുതെ ഇത്തിരി വിറകുള്ളത് കൊണ്ടേ തിളക്കട്ടെ കേട്ടോ. കുറച്ച് ഉലുവപ്പൊടി നമ്മൾ അരയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി വേറെ ഒന്നും ചേർക്കത്തില്ല കേട്ടോ. തടി വെട്ടുമ്പോൾ അമ്മമാര് കിറുന്ന മെഷീൻ്റെ സൗണ്ടേ. നമ്മുടെ തീയലൊക്കെ സെറ്റായി. മോനെ ഗേറ്റ് തുറക്ക. സെറ്റായി ചെല്ലേ കുറ്റിയിട്ടേക്കോ. ആ കുറുകിയൊക്കെ വന്നു. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണല്ലോ അത് സെറ്റായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉപ്പും പുളി ഉണ്ടോ നോക്കട്ടെ. ഞാൻ വിചാരിച്ചു പുളി പിഴിഞ്ഞ് ഒഴിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ഞാൻ 1.5 മുറി തക്കാളിയാണല്ലോ ഇട്ടത്. അതുകൊണ്ട് പുളി ആവശ്യത്തിനുണ്ട് കേട്ടോ. ഇനിയിപ്പം പുളി ഇടണ്ട. പുളി ഒത്തിരി ഇട്ടാൽ ഭയങ്കര പുളിയായിപ്പോകും. 1.5 മുറി ഇട്ട് വലിയ ഒരെണ്ണവും പിന്നെ പകുതി. അപ്പോഴേ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേ നമ്മുടെ തീയിൽ സെറ്റായെന്ന് മനസ്സിലാവും അല്ലേ. ആണോ? അപ്പോഴിനി മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്, ഈ സലാഡും എല്ലാം ഉണ്ടാക്കും. ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ കുശാലായിട്ട് കഴിച്ചാൽ മതി. നമുക്കുള്ള ഇവിടെ നിൽക്കുന്നോണ്ടല്ലേ
ഇവിടെ നിൽക്കുന്നത് കൊണ്ടുണ്ടല്ലോ വെള്ളം കുടിച്ച് നമുക്ക് ഒരുപാട് വരും. വെള്ളം കുടിക്കണം എല്ലാവരും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണേ. എത്ര വെള്ളം കുടിക്കാവോ അത്രയും വെള്ളം കുടിച്ചോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നിന്ന് വിയർത്തൊലിച്ച് പോവാം. ഇവിടെ ഞങ്ങൾ മത്സര വെള്ളം കുടിക്കുക കേട്ടോ. പാത്രമൊക്കെ അന്നേരം കഴുകി വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോഴെല്ലാം ഈ പപ്പടം ഇരിപ്പുണ്ട് കാച്ചാൻ കേട്ടോ. വേണമെങ്കിൽ ഒത്തിരി കറിയാവത്തില്ലേ. പപ്പടം ഒന്ന് ഇന്നലെയും കാച്ചി. പിന്നെ അപ്പോഴിനി ഒന്ന് തുടച്ചാൽ മതി ഇവിടെയൊക്കെ കേട്ടോ. അതേ ഉള്ളൂ, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരുനേരം നീരിക്കാൻ പോകും. തീയലായി കേട്ടോ. ഇനി നമുക്ക് തീയ ഓഫാക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞല്ലോ. കഴിഞ്ഞ പരിപാടി. ഈ ചോറുണ്ടാൻ വന്നാൽ മതി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടു. വൈകിട്ട് പിന്നെ വെറുതെ ഇരുന്നു. കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ സന്ധ്യയായി. നമ്മുടെ തേണ്ട റോഡിലൊക്കെ എന്തോ ഇരുട്ട, ഫുള്ള് ലൈറ്റ് പോയെന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോ ലൈറ്റൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല ഇരുട്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എൻ്റെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണല്ലോ ഞാൻ ഇന്നും കാണിക്കുന്നത്. അല്ലാതിപ്പോൾ എന്താ ചെയ്യാൻ. അപ്പോൾ മാനമൊക്കെ ഇരുണ്ട് കിടപ്പുണ്ട്. രാത്രി മഴയ്ക്കാണോ എന്തോ ആണെന്നറിയത്തില്ല. ഒന്ന് പെയ്തിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിക്കുകയാണ് ഞങ്ങളൊക്കെ കേട്ടോ. നല്ല കോളുണ്ട്, പെയ്യുമായിരിക്കും ചിലപ്പം കേട്ടോ. അപ്പോഴും നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.